ആളുകളും ദൈവപ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ദൈവപ്രാർത്ഥന നടത്തപ്പെടുന്നു. നയവാൻപന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയ. വളരുമവൻ ലബനോന്റെ കാരകിൽ പോർത്തളിരിട്ടുതച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കുമവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ. പോലെ റോഹാദീശ മാറിയാക്കോബ് സ്ലീഹ മേലും ഓർമ്മേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി പ്രാർത്ഥനയൻ സമയമിതല്ലോ മോറിയാക്കോ തലയായി പ്രാർത്ഥിക്ക ഇമവിടം നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീൻ ആടുകളെ മോശെ പോൽ ബാറക്കുമോ. നിന്നോർമ്മയെ ബഹുമാനിച്ച നിന്റെ പ്രാർത്ഥനയേറ്റട്ടെ ഞങ്ങൾക്ക് പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തെ വടികളെയും വായിച്ചിടാൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ സന്ധ്യാപ്രാർത്ഥനയിലും റാസയിലും ഞങ്ങളോടൊപ്പം വന്ന് സംബന്ധിച്ച നിങ്ങളെവരെയും ആരുടെ പെരുന്നാളിൽ നാം ആഘോഷിക്കുന്നുവോ ആ പരിശുദ്ധനായ മാർ യാക്കോബ് സ്ലിഹായുടെ മഹാമധ്യസ്ഥയാൽ
ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾ വിശ്വാസികൾ അവരുടെ ആത്മാക്കളെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അത്യുന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ. ആബോ അബ്രോറുഹോ കാദേശോ ഹോശോ വബ്കുലസ് ബാൻലോൽമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വലിയഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തോറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും മന്ദിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധനായ മോർ യാക്കോബ് ശ്ലീഹായുടെ മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സന്ധ്യാപ്രാർത്ഥനയും അതിനെ തുടർന്ന് പ്രദക്ഷിണം നടത്തുവാനും ഈ വർഷം കൂടെ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ക്രമമായിട്ടും ഉചിതമായിട്ടും, പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ ക്രമീകരിച്ച് നമ്മൾക്ക് എല്ലാ കരുണകളും തന്നതായ ദൈവത്തിന്റെ ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇനിയും നടക്കുവാനായിട്ടിരിക്കുന്നത് മേളങ്ങൾ അല്പസമയമുണ്ടായിരിക്കും. അതിനുശേഷം കരിമരുന്ന് പ്രയോഗമുണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യം അറിയിക്കട്ടെ. നാളെ രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും, ആദ്യത്തെ കുർബാന ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതിനെ തുടർന്ന് 8:30 മണിക്ക് നമസ്കാരവും 9 മണിക്ക് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും ഉണ്ടായിരിക്കും. അഭിവന്യ കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന പരസ്യമായിട്ട് രാവിലെ 9 മണിക്ക് ആരംഭിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആശീർവാദവും അതുപോലെ അതിനുശേഷം സ്കൂളിലേക്കുള്ളതായ ഫണ്ടിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുന്നതാണ്. അതിനെ തുടർന്ന് നേർച്ച സദ്യ നടത്തപ്പെടും. നേർച്ച സദ്യയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഉച്ച കഴിഞ്ഞുള്ളതായ പ്രദക്ഷിണവും അതിനെ തുടർന്നുള്ളതായ ആശീർവാദവും കൊടിയേർക്കലോടും കൂടെ മാത്രമേ പെരുന്നാൾ അവസാനിക്കുകയുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. എല്ലാ ആളുകളും കൃത്യമായ സമയത്ത് നേർച്ച കാഴ്ചകളോടുകൂടി എത്തിച്ചേർന്ന് സംബന്ധിച്ച് മോർ യാക്കോബ് ശ്ലീഹായുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതുപോലെ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നതായ ആളുകൾക്ക് ഈ പെരുന്നാളിൽ ഭാഗവാക്കാകുവാൻ തക്കവണ്ണം ഷെയർ എടുക്കുവാനായിട്ടുള്ളതായ അവസരമുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടും രോഗശാന്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വിഷമിപ്പിക്കുന്നതായ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മോർ യാക്കോബ് ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനും ആ മഹാപരിശുദ്ധന്റെ വലിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പെരുന്നാളിന്റെ ഭാഗമായി തീരുവാനുമായിട്ട് ദൈവം നമ്മൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. കഴിവുള്ളിടത്തോളം ആളുകൾ ഈ പറയുന്നതായ കാര്യങ്ങൾ കൂടെ സംബന്ധിക്കണം എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങാവുന്നതും മേളങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു.